നമസ്കാരം. നീറ്റ് പരീക്ഷ എന്തു പറഞ്ഞാലും സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മത്സര പരീക്ഷ തന്നെയാണ് നീറ്റ് കമ്പയർ ടു ആൾ അതർ എക്സാംസ്. പക്ഷേ എന്താണ് ഇതിങ്ങനെ ഒരു വലിയ സംഭവമായി മാറിയെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടിയിട്ടില്ല. നീറ്റിനെക്കാട്ടിയും വളരെ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിലേക്കുള്ള എക്സാമിനേഷൻസ്, അതായത് IAS, IPS, IFS, ICS ഇത്തരമുള്ള ആ സെക്ഷനിലേക്ക് നടക്കുന്ന ആ പരീക്ഷകൾക്ക് പോലും കിട്ടാത്തതിലും കൂടുതൽ പ്രാധാന്യം ഈ നീറ്റ് പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ആ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരീക്ഷ ഇങ്ങനെ ക്രമക്കേടുകൾ വരുമ്പോൾ വളരെയധികം രോഷാകുലമാകുന്നതും ജനശ്രദ്ധയെ ആകർഷിക്കുന്നതും. ഞാനൊരു ചെറിയ സംഭവം പറയാം. ഈ നീറ്റ് പരീക്ഷ കഴിഞ്ഞ് MBBS ചേരുന്നു. ഈ MBBS കോഴ്സ് കഴിഞ്ഞ് അതിലെ ഒരു 25% ആൾക്കാർ മാത്രമാണ് ഹയർ സ്റ്റഡീസിന് പോകുന്നത്. ആ 75% ആൾക്കാരും അവിടെ നിൽക്കുകയാണ്. അവർക്ക് ഈ MBBS എന്ന ഡിഗ്രി വെച്ചിട്ട് എന്താണ് അവർക്ക് കിട്ടുന്ന സാലറി എന്ന് വളരെയധികം പഠന വിഷയമാക്കേണ്ട ഒരു സംഭവമാണ്. നേരെ മറിച്ച് ഈ നീറ്റ് പരീക്ഷ എഴുതാതെ ഈ MBBS പഠനത്തിന് പോകാതെ ഇതിലും മാർക്ക് കുറഞ്ഞ കുട്ടികൾ എൻജിനീയറിംഗ്, അതായത് JEE തുടങ്ങിയ പരീക്ഷകൾ എഴുതിയിട്ട് അവർ വേറെ ലൈനിലേക്ക് പോയിട്ട് ഇന്ന് ആ ഒരു 4 കൊല്ലം കൊണ്ട് അവരെ പഠനം പൂർത്തിയാക്കിയിട്ട് വളരെ നല്ല നിലയിൽ ജോലിയിൽ പ്രവേശിച്ച് വലിയ ശമ്പളത്തോടു കൂടി ജീവിതം പെട്ടെന്ന് സെറ്റിലാക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ. ഇവിടെ ബുദ്ധി കൂടിയവരാണ് നീറ്റ് പരീക്ഷയിലേക്ക് വരുന്നത് എന്നാണ് വെപ്പ്. അവർക്ക് അവരുടെ ജീവിതം എവിടെയും കൊണ്ടുപോയി കെട്ടിയിടാൻ പറ്റാത്ത തരത്തിൽ 10-15 കൊല്ലം കിടന്ന് വട്ടം തിരിയുന്നവരായിട്ട് മാറുകയാണ് ആ നീറ്റ് എന്ന ആ സാമ്രാജ്യത്തിലേക്ക് കയറി വരുന്നത് എന്നത് എല്ലാവരും ഓർക്കുക. ഏറ്റവും സങ്കടകരമായ കാര്യം, അവരുടെ ഒരു MBBS കഴിഞ്ഞാൽ തന്നെ ഒരു ജൂനിയർ ഡോക്ടറായി എവിടെയെങ്കിലും കയറിയാൽ പോലും സർക്കാർ അവരുടെ ശമ്പള സ്കെയിലിൽ യാതൊരുവിധ ശമ്പള കമ്മീഷനോ അങ്ങനെ ഒന്നുമില്ല. അത് കുറേ കാലമായിട്ട് ഇപ്പോൾ അപ്പോയിൻമെൻറ്റും ഇല്ല, അതിലൊരു റിവിഷനില്ല, ശമ്പള കമ്മീഷനില്ല, ശമ്പള പരിഷ്കരണമില്ല. എന്നാൽ മറ്റുള്ള ജോലിക്കാരങ്ങനെയാണോ? MLA-മാരങ്ങനെയാണോ? എന്തിനു പറയാം, MP മാരങ്ങനെയാണോ? ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു ശമ്പള കമ്മീഷനോ അത് കാലാകാലം ഇപ്പോൾ നിയമസഭയിലാണ് MLA-മാരുടെ ശമ്പളം കൂട്ടണു, അലവൻസ് കൂട്ടണു പറഞ്ഞാൽ അവിടെ യാതൊരു ചോദ്യം ഇല്ല, ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞതില്ല. അത് ഒറ്റയടിക്ക് പാസ്സാക്കി സംഗതി നടപ്പാക്കും. എന്നാൽ ശരി, അത് വരുമ്പോൾ അതിനെ എതിർക്കാൻ ആരെങ്കിലും വരണ്ടേ? ഒരാളും വരാറില്ല. കാരണം എന്താണ്? അവരൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കും. അതേമാതിരി സർക്കാർ ജോലിക്കാർ അവർ കൂട്ടമായി, അവരെ യൂണിയൻ വളരെ ശക്തമാണ്, അവർ യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ യൂണിയൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഇപ്പോൾ പിണറായി വിജയൻ കൊടുക്കാത്ത ശമ്പള കമ്മീഷൻ ഇവർ നടപ്പാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് നടപ്പാക്കുന്നതാണ് വിശ്വസിക്കാം. പക്ഷേ ഇതൊന്നുമില്ല. ഈ ആരോഗ്യമേഖലയിൽ ഈ ഡോക്ടർമാർക്ക്, ജൂനിയർ ഡോക്ടേഴ്സും ഈവൻ അവിടെ അപ്പോയിൻമെൻറ്റ് പോലും 10-20 കൊല്ലമായിട്ട് നടക്കുന്നില്ല. ആ ഒരു ഫീൽഡിലേക്കാണ് ഈ നീറ്റ് പരീക്ഷ എഴുതിയിട്ട് കുഞ്ഞുങ്ങൾ പോകുന്നത്. ആലോചിച്ച് നോക്കണം. അവരോ അവരുടെ രക്ഷിതാക്കളോ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. ചില രക്ഷിതാക്കൾ മക്കളെ വേഗം JEE കഴിച്ച് എൻജിനീയറിംഗ് എടുത്ത് IT ഫീൽഡിലും മറ്റും വേഗം പറഞ്ഞയച്ച് പെട്ടെന്ന് സെറ്റിലാക്കും. ഈ നീറ്റിൽ വന്ന് പെടുന്ന ഈ കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ നീറ്റ് പരീക്ഷ ഇന്ന് ലോക ശ്രദ്ധ തന്നെ ഇന്ത്യയിലെ നീറ്റ് പരീക്ഷ ശ്രദ്ധിക്കപ്പെടുകയാണ്. കാരണം അത്രയും കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് ഓരോ വർഷവും. അപ്പോൾ ആ പരീക്ഷയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, ഇപ്പോൾ ഈ 2 വർഷം ഇത് നടന്നു എന്ന് വെച്ചാൽ അതല്ലല്ലോ, ഇതിൻ്റെ മുന്നേയും UPA സർക്കാരാണ് നീറ്റ് പരീക്ഷ തുടങ്ങിയത്. അന്ന് തന്നെ ഇതിൽ പ്രശ്നമായിരുന്നു.
നടത്തിയത് ഒരു പ്രാവശ്യം ഒഴിവാക്കി സാധാരണ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, വീണ്ടും പരീക്ഷ നടത്തിയിട്ട് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഉത്തരവാദിത്തമില്ലായ്മ ആ പരീക്ഷാ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള സ്ഥിതിക്ക് ഇത് എങ്ങനെ ഭാവിയിൽ ഒരു കുറ്റവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഇതിന് വളരെ വ്യക്തമാണ്, ഇതിനൊരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കണം. കാരണം ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിടിക്കപ്പെടുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന പ്രൊഫസർമാർ വന്ന് കുടുങ്ങിയിട്ടുണ്ട്, അതിൽ അസിസ്റ്റൻ്റുമാർ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് അങ്ങനെ ഒരു കണ്ണികൾ ഇതിൻ്റെ എന്താണ് ട്രെയിനിങ് സെൻറ്ററുകളൊക്കെ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു തരത്തിലും പുറത്തു പോകാതിരിക്കാൻ ഇവിടെ സർക്കാർ ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കണം. ആ സിസ്റ്റം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം, അത് മുഴുവൻ ഞാൻ പറയുന്നത് ശരിയായി കൊള്ളണമെന്നില്ല. സർക്കാരിന് അതിൽ കൂടുതൽ ചിന്തിച്ച് അത് പെട്ടെന്ന് നടപ്പാക്കണം. അതായത് നീറ്റ് പരീക്ഷ പ്രഖ്യാപനം വരുമ്പോൾ അതിന് അവിടെ ഒരു ചോദ്യ പേപ്പർ വേണം. ഓരോ കുഞ്ഞിനും ആൻസർ ബുക്കായി ചോദ്യ പേപ്പർ അവരുടെ മുന്നിലെത്തണം. ഇതെങ്ങനെ ഉണ്ടാക്കും? ഒരാളും അറിയാതെ. അതിനാണ് നമ്മൾ കാണിക്കുന്ന ഈ പദ്ധതി. അതായത് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന ഒരു ഷെഡ്യൂൾഡ് ആൾക്കാർ, അത് എത്ര ആഴ്ചയ്ക്ക് അത്ര ആൾക്കാർ, കാരണം ഇന്ത്യ മുഴുവൻ ഇത് വേണ്ടതല്ലേ. 22 ലക്ഷം 23 ലക്ഷം കുട്ടികളാണ് മിനിമം പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അത്രയും ബുക്ക്ലെറ്റ് അടിച്ചുണ്ടാക്കണം ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന വ്യക്തികൾ ആരാണെങ്കിൽ 10 ആളോ 20 ആളോ എത്ര ആളാണെങ്കിൽ അവരെ ഒരു 2-3 മാസമായിട്ട് കസ്റ്റഡിയിൽ വയ്ക്കുക. കസ്റ്റഡിയിൽ പറഞ്ഞാൽ ജയിലിൽ വയ്ക്കണമാരെ അല്ല ഉദ്ദേശിച്ചത്. അവർക്ക് ഇതിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീറ്റ് പരീക്ഷ കഴിഞ്ഞിട്ടേ പുറത്തു പോകാൻ അനുവാദമുള്ളൂ. അതിന് തയ്യാറായവരെ മാത്രം തിരഞ്ഞെടുക്കുക, അവർക്ക് സ്പെഷ്യൽ അലവൻസ് എന്താ വെച്ചാൽ കൊടുക്കുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത്തരത്തിൽ ഒരു സംവിധാനം, ഒരു തരത്തിലും അവിടെ നിന്ന് ഒരു സാധനം പുറത്തോ അകത്തോ പോകാൻ പാടില്ല. എന്തിനു പറയുന്നു? അവിടെ ക്ലീൻ ചെയ്യുന്ന വേസ്റ്റ് പോലും, ഫുഡായാലും എന്തായാലും ആ വേസ്റ്റുകൾ പോലും അവിടെ തന്നെ സംസ്കരിച്ച് കളയണം. അത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ട് അത് കൊണ്ടുപോകണം. അവിടെ ആരുടെ കയ്യിലും മൊബൈൽ ഉണ്ടാവാൻ പാടില്ല. ഇൻ്റർനെറ്റ് തന്നെ അത് എങ്ങനെ അവിടെ എവിടെ ഉണ്ടാവണം എന്ന് അത് പഠിച്ചിട്ട് അത് അവിടെ മാത്രം വയ്ക്കുക. കാരണം ഇതിൽ ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യം വരും. അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുക. പിന്നെ ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് അവിടെ തന്നെ അത് പ്രിൻ്റ് ചെയ്തിട്ട് ആ പ്രിൻ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ സെക്യൂരിറ്റിയോടുകൂടി ബണ്ടിൽ ചെയ്ത് സീൽ ചെയ്ത് എത്ര കേന്ദ്രങ്ങളുണ്ട് അവിടേക്ക് ഇത് നേവി, മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് ഇവരുടെ ബന്ധവസോട് കൂടിയിട്ട് നമ്മുടെ മന്ത്രിമാരെ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നുണ്ടല്ലോ, അതല്ല ഇവിടെ വേണ്ടത്. ഇത് എല്ലാവർക്കും വേണ്ടൊരു സംഭവമായ കാരണം വളരെ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് അതാത് സ്കൂളിൽ പുലർച്ചെ 2 മണിക്ക് എത്തിക്കുന്ന വിധത്തിൽ സംവിധാനം ഉണ്ടാക്കുക. അതുപോലെ തന്നെ പരീക്ഷാ ദിവസം കാലത്ത് പബ്ലിക് ഹോളിഡേ മാതിരിയാക്കിയിരിക്കണം. ഒരു സർക്കാർ സ്ഥാപനങ്ങളും ബാങ്ക് ഒന്നും വർക്ക് ചെയ്യരുത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പരീക്ഷയ്ക്ക് വരുന്ന കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള വഴിമുടക്കവും ഉണ്ടാവാൻ പാടില്ല. കാരണം പരീക്ഷ ദിവസം പല സ്കൂളുകളിലും നമ്മൾ കണ്ടു കുട്ടികൾക്ക് വഴിയിൽ ഓരോ പ്രശ്നങ്ങളുണ്ടായിട്ട് കറക്റ്റ് സമയത്തിന് അവിടെ എത്താൻ പറ്റാതെ അവരെ എക്സാം ഹോളിൽ കയറ്റാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ ആ ദിവസം കാലത്ത് പരീക്ഷ കാലത്ത് സർക്കാർ ഓഫീസുകൾ മുഴുവൻ മുടക്കണം, പ്രൈവറ്റ് മേഖല മുഴുവൻ മുടക്കണം. ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല. ഇത് മാത്രം വർക്ക് ചെയ്യുക, ഇത് മാത്രമായിരിക്കണം. അങ്ങനെ ഈ കുട്ടികൾ കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ വന്ന് പരീക്ഷാ ഹാളിൽ കയറണം. പരീക്ഷാ ഹാളിൽ വരുന്ന ഏത് കുട്ടിയായാലും നേരിട്ട് കണ്ടാൽ മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം വസ്ത്രധാരണം. അല്ലാത്ത ഒരു വസ്ത്രധാരണവും അവിടെ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ പരീക്ഷ നടത്തുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും അവിടെ വരില്ല. ഇത് കൂടുതൽ സ്റ്റഡി ചെയ്ത്
ഇത് എത്രയും പെട്ടെന്ന് സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നതാണ് എൻ്റെ വിനീതമായ അപേക്ഷ. ഇനിയൊരു നീറ്റ് പരീക്ഷ ഇവിടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പാടില്ല. അതുതന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യം. ഈ നീറ്റ് പരീക്ഷ കാരണം എന്തു സംഭവിക്കുന്നു? ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർക്ക് തന്നെ അതിൽ ഒരു വിശ്വാസക്കുറവ് വരുന്നുണ്ടോ എന്ന് സംശയം വരികയാണ്. ഇവിടെ സത്യം എന്താണെന്ന് പഠിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഇവിടെ സിനിമാ നടന്മാർ, കാരണം അവരെ ആരാധിക്കുന്നവരാണ്, അവരൊന്നും മനസ്സിലാക്കാതെ, അതൊന്നും ഞാൻ പറയുന്നില്ല, അവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഈ പാർട്ടിയിൽ തന്നെ പാർട്ടി പ്രവർത്തകരല്ലെങ്കിൽ വിശ്വാസികൾ അതിനെതിരായിട്ട് മാറുന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ആ വിശ്വാസം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്തു വരുന്ന നീറ്റ് പരീക്ഷ വളരെ പ്ലാൻഡായിട്ട് ഒരു തരത്തിലും പബ്ലിക് എൻട്രി കിട്ടാത്ത, കാരണം നമ്മൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. കള്ളത്തരം, കൈക്കൂലി, നോക്കുകൂലി, വെട്ടുകൂലി, എല്ലാതരം വെട്ടിപ്പും നടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷകൾ വിറ്റ് കച്ചവടം ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ അതിലിരിക്കുന്നവർ തീർച്ചയായും നോക്കും. അത് നിരീക്ഷിച്ച് കണ്ടെത്തി അതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഈ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. എന്തായാലും അടുത്ത നീറ്റ് പരീക്ഷ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു.